ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല തേർഡ് സെമസ്റ്റർ കോഴ്സ് സെലക്ഷൻ അല്ലെങ്കിൽ കോഴ്സ് രജിസ്ട്രേഷൻ ഓർ കോഴ്സ് സ്വിച്ചിങ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, സെക്കൻഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകളൊക്കെ തന്നെ പബ്ലിഷ് ചെയ്തു. സെക്കൻഡ് സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് കോഴ്സ് സ്വിച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. സോ അതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഈ ഒരു കോഴ്സ് സെലക്ഷൻ, എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. സോ തേർഡ് സെമസ്റ്ററിലെ കോഴ്സ് സെലക്ഷൻ മേജർ അത് ചേഞ്ച് ചെയ്യാനായിട്ട്, കോളേജ് ചേഞ്ച് ചെയ്യാനായിട്ട്, കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ തന്നെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് സ്വിച്ചിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഓൾറെഡി അതിൻ്റെ ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെ നടന്നതായിട്ടാണ് റിപ്പോർട്ട്. എനിവേ, നമ്മൾ ഇനിയൊരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഈ ഒരു കോഴ്സ് സ്വിച്ചിങ് എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, തേർഡ് സെമ്മിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ മേജർ സബ്ജക്റ്റ് ആണ്. ആ ഒരു മേജർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സ് ഏതാണ് ആ ഒരു കോഴ്സ് DSc ആ ഒരു മെയിൻ കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ മൈനർ സബ്ജക്റ്റ്, അത് 2 DSc പ്രോഗ്രാമുകൾ, 2 DSc സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അത് നിങ്ങളുടെ മേജർ കോഴ്സിൽ നിന്നും ആയിരിക്കരുത്, നിങ്ങളുടെ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആയിരിക്കരുത്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമായിരിക്കണം നിങ്ങൾ മൈനർ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നീടുള്ളത് ഇലക്റ്റീവ് കോഴ്സാണ് അല്ലെങ്കിൽ ഇലക്റ്റീവ് സബ്ജക്റ്റാണ്. അത് നിങ്ങൾ ഏതാണോ മേജർ എടുത്തിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് ഇലക്റ്റീവ് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നീട് നാലാമത്തെന്ന് പറയുന്നത് MDC കോഴ്സാണ്. ആൻഡ് പിന്നീടുള്ളത് VAC. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. VAC എന്ന് പറയുമ്പം വാല്യൂ ആഡഡ് കോഴ്സ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഡിഗ്രി, ആ ഒരു VAC കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എടുത്തിട്ടുള്ള ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പാസ്സാവുന്ന ഡിഗ്രി കോഴ്സിന് കുറച്ചുകൂടി വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിൽ കോഴ്സ് സെലക്ട് ചെയ്യുക, ആ ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായാലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയല്ല ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിൽ 6 സബ്ജക്ട്സ് ആണ് പഠിക്കാനായിട്ട് ഉള്ളത്. അതിലൊന്ന് മേജർ സബ്ജക്റ്റ്, 2 മൈനർ സബിൽ നിന്നും 2 കോഴ്സുകൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇലക്റ്റീവ് കോഴ്സ്, MDC, അതുപോലെ VAC. ദെൻ ഈ ഒരു കോഴ്സ് സ്വിച്ചിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേജറായിട്ടോ മൈനർ കോഴ്സായിട്ടോ ഈ പറയുന്ന, ഇപ്പം നിങ്ങൾ ഒരു കോഴ്സ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് മാറ്റിക്കൊണ്ട് മറ്റൊരു കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്താ പറയുക, BA മലയാളം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, പക്ഷെ നിങ്ങൾക്ക് BA മലയാളത്തിൽ നിന്നും BA ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് കോഴ്സ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 സെമസ്റ്ററുകളിലും, അതായത് ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ മേജറായിട്ടോ മൈനറായിട്ടോ അല്ലെങ്കിൽ MDC or DSc നിങ്ങൾ ആ ഒരു ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി ആയിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾ ഏത് കോഴ്സിലേക്കാണോ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സ് നിങ്ങൾ MDC അല്ലെങ്കിൽ DSc ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ. ആൻഡ് ആ ഒരു കോഴ്സിങ്ങിൽ തന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ എല്ലാ 2 സെമസ്റ്ററിലും എല്ലാ കോഴ്സുകളും പാസ്സായിട്ടുള്ള വിദ്യാർത്ഥി ആയിരിക്കണം, അല്ലാതെ ഓൾ പാസ്സായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് സ്വിച്ച് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. ദെൻ നിങ്ങൾ സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രെഡിറ്റ് കമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ 2024 റെഗുലേഷൻ FAG പ്രകാരം നിങ്ങൾ ഈ പറയുന്ന ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ക്രെഡിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് ഓൾ പാസ് ആയിരിക്കണം എന്നുള്ള കാര്യം. അതിനനുസരിച്ചുള്ള മാർക്കും ക്രെഡിറ്റ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചർ ആയിരിക്കണമെന്നില്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സിനുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫീ സ്ട്രക്ചർ നിങ്ങൾക്ക് എന്താ പറയുക ഓക്കെ ആവുന്ന രീതിയിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം
കോഴ്സ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കോഴ്സ് സ്വിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് ആ ഒരു കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം ഫീസ് സ്ട്രക്ചർ കൂടെ പരിഗണിച്ച് വേണം നിങ്ങൾ കോഴ്സ് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് സ്വിച്ചിങ് 3 തരത്തിലുണ്ട്. അതായത് ഇൻട്രാ കോളേജ് സ്വിച്ചിങ് ഉണ്ട്, ഇൻ്റർ കോളേജ് സ്വിച്ചിങ് ഉണ്ട്, ആൻഡ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സ്വിച്ചിങ് ഉണ്ട്. സോ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻട്രാ കോളേജ് സ്വിച്ചിങ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സെയിം കോളേജിൽ തന്നെ മേജർ കോഴ്സ് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മെയിനായിട്ടെടുത്തിട്ടുള്ള കോഴ്സ് മറ്റൊരു കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു അക്കാഡമിക് ഇയറിൽ ആ ഒരു ഈ പറയുന്ന കോളേജിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്ത് പോകാനും പറ്റും. ഇനി ഇൻ്റർ കോളേജ് ചേഞ്ച് സ്വിച്ചിങ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു കോളേജിലേക്ക് സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളത്. ദെൻ ഇൻ്റർ യൂണിവേഴ്സിറ്റി, അത് നിങ്ങൾ പഠിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയിലോട്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടോ ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് വെച്ചാൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എടുക്കുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും പഠിച്ച രീതി ആയിരിക്കണമെന്നുള്ള മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ആ ഒരു അക്കാഡമിക് സിസ്റ്റം ആയിരിക്കില്ല മറ്റ് യൂണിവേഴ്സിറ്റികളിൽ. അപ്പം അത് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇൻ്റർ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യാൻ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ രീതിയിൽ ചെയ്യാനായിട്ട്. ദെൻ ഇവയ്ക്ക് 3നും ഇൻട്രാ കോളേജ് സ്വിച്ചിങ് ആയാലും ഇൻ്റർ കോളേജ് സ്വിച്ചിങ് ആയാലും ഇൻ്റർ യൂണിവേഴ്സിറ്റി സ്വിച്ചിങ് ആയാലും സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്നോ നിങ്ങളുടെ കോളേജിൽ നിന്നോ അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. ദെൻ ഈ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് കോഴ്സ് ചേഞ്ച് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ കോളേജിൽ നിന്നും വേറെ കോളേജിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയാണ്, സോ അതുകൊണ്ട് ഞാനും പോകുന്നു, എനിക്ക് ആ ഒരു രീതിയിൽ പോകണം എന്നുള്ള രീതിയിലായിരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, അതായത് എനിക്കിത് പഠിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോളേജിൽ നിൽക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ചാടിക്കയറി ഓക്കെ എനിക്ക് ഈ കോഴ്സ് മാറ്റി നോക്കാം എന്നുള്ള രീതിയിൽ പോകാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഇതുണ്ടാണ്. കാരണം ഇത് നിങ്ങളുടെ ഭാവിയുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ കോഴ്സ് സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ കോഴ്സ് സ്വിച്ചിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.